അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും പങ്കാളികൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കാനഡ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജനുവരി 21 മുതലാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിലായത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് കാനഡയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ അവസരം നൽകുന്ന പെർമിറ്റ് ആയിരിക്കും ഇത് എന്നാണ് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മതിയായ യോഗ്യതയുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ അർഹതയുള്ളൂവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇനി പങ്കാളികൾക്കായുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിന് അർഹതയുള്ളത് ആർക്കൊക്കെയെന്നൊന്ന് പരിശോധിക്കാം. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. 16 മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ PhD, ഡോക്ടർ ഓഫ് ഡെന്റൽ സർജറി, LLB, ഡോക്ടർ ഓഫ് വെറ്ററിനറി മെഡിസിൻ, ബാച്ചലർ ഓഫ് നഴ്സിംഗ് തുടങ്ങി തിരഞ്ഞെടുത്ത പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കും. അടുത്തത് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്നതാണ്. നിശ്ചിത യോഗ്യത നേടിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്വന്തം വിസ അപേക്ഷയ്ക്കൊപ്പം പങ്കാളിയുടെ വിസയ്ക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ അറിയിച്ചു. ഇതിലൂടെ രണ്ടുപേരുടെയും വിസയ്ക്ക് ഒരേ സമയം അനുമതി ലഭിക്കുന്നു. പങ്കാളിക്ക് സന്ദർശക വിസ പോലുള്ള വിഭാഗങ്ങൾക്ക് കീഴിൽ അപേക്ഷ നൽകുന്നത് വിസ ലഭ്യമാക്കുന്നതിൽ കാലതാമസമുണ്ടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇനിയുള്ളത് പെർമിറ്റ് വിപുലീകരണ വ്യവസ്ഥകൾ എന്തൊക്കെയെന്നതാണ്. സ്റ്റഡി പെർമിറ്റോട് കൂടി എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ഓപ്പൺ വർക്ക് പെർമിറ്റോട് കൂടി എത്തുന്ന അവരുടെ ജീവിത പങ്കാളിക്കും മറ്റു പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. സ്റ്റഡി പെർമിറ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അവർക്ക് വർക്ക് പെർമിറ്റിന്റെ കാലാവധി അവസാനിക്കുകയാണെങ്കിൽ പെർമിറ്റ് നീട്ടുന്നതിന് വേണ്ടി അപേക്ഷിക്കാവുന്നതുമാണ്. എന്നാൽ അവസാന സെമിസ്റ്ററിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയില്ലെന്നും പുതുക്കിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. SOWP അതായത് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിലേക്കുള്ള മാറ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി. കാനഡയിൽ പഠനം പൂർത്തിയാക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത പ്രോഗ്രാമിന്റെ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷം വരെ കാനഡയിൽ ജോലി ചെയ്യാനും ഈ പെർമിറ്റിലൂടെ അവസരം ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റഡി പെർമിറ്റിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിലേക്ക് മാറുന്നതിന് വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന അപേക്ഷ പുതിയ അപേക്ഷയായി കണ്ട് അധികൃതർ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിർദ്ദിഷ്ട വ്യവസ്ഥകൾ അനുസരിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളിക്കും ഓപ്പൺ വർക്ക് പെർമിറ്റിന് അർഹതയുണ്ടായിരിക്കും. Tier 2 അല്ലെങ്കിൽ Tier 3 വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ പങ്കാളികൾക്ക് മാത്രമായും ഓപ്പൺ വർക്ക് പെർമിറ്റ് നിജപ്പെടുത്തി. നാച്ചുറൽ ആൻഡ് അപ്ലൈഡ് സയൻസസ്, നിർമ്മാണ മേഖല, ആരോഗ്യ മേഖല, പ്രകൃതി വിഭവങ്ങൾ, വിദ്യാഭ്യാസം, കായിക മേഖല, സൈനിക വിഭാഗങ്ങൾ എന്നിവ ഈ മേഖലകളിൽ ഉൾപ്പെടുന്നുവെന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജി, സിറ്റിസൺഷിപ്പ് കാനഡ വ്യക്തമാക്കിയിട്ടുണ്ട്. SOWP ബദൽ മാർഗങ്ങൾ എന്തൊക്കെയെന്നൊന്ന് പരിശോധിക്കാം. മേൽപ്പറഞ്ഞ യോഗ്യതകൾ പാലിക്കാത്ത അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മറ്റു ചില അവസരങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. പങ്കാളിക്ക് പ്രത്യേകം സ്റ്റഡി പെർമിറ്റിനോ സന്ദർശക വിസയ്ക്കോ അപേക്ഷ നൽകാവുന്നതാണ്. കൂടാതെ കാനഡയിലെ ജീവിത ചെലവ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കാൻ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ വിവരങ്ങളും ഹാജരാക്കേണ്ടി വരും. സന്ദർശക വിസയിൽ എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ കാനഡയിൽ താമസിക്കാൻ സാധിക്കുകയുള്ളൂ. വിസ കാലാവധി കഴിഞ്ഞാൽ അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടിയും വരും.